വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ചാപ്റ്റർ 10 നിങ്ങളെ ചതുരക്കണക്കുകൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ മാത്ത്. ഇതിൻ്റെ നമ്മളൊരു പാർട്ട് ഇട്ടായിരുന്നു, അതിൻ്റെ നോട്ടാണിത്. അതായത് സമചതുരങ്ങളും ചതുരങ്ങളും. സമചതുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ അല്ലേ. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ 4 വശവും ഒരേ അളവായിരിക്കും കേട്ടോ. റെക്റ്റാങ്കിൾ എന്ന് വെച്ചാലോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരേപോലെ ആയിരിക്കും. ആ ഒരു ക്ലൂ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിൾ ഞാൻ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു. എന്താണ് ഒരെണ്ണം ഞാൻ പറയാം, ഞാൻ നോക്കിയേ. ഒരു സൈഡ് 3 ആണ്, എന്താ അതിൻ്റെ ബാക്കി അതായത് 4 സൈഡും ഒരേ മെഷർ ആയിരിക്കും എന്ന് ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോൾ ഇവിടെ 8 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 8 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2 ആയിരിക്കും. കണ്ടോ? ഇനി തന്നെയുമല്ല, ഇതിൻ്റെ ഓരോ വശവും എത്രയാണെന്ന് നോക്കിക്കേ. അതൊക്കെ നിങ്ങൾക്ക് പോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ. അപ്പോൾ റെക്റ്റാങ്കിൾ എന്താണ്, സ്ക്വയർ എന്താണെന്ന് മാത്രം ഇപ്പോൾ അറിഞ്ഞിരിക്കുക. സ്ക്വയറും റെക്റ്റാങ്കിളും തിരിഞ്ഞു പോകല്ലേ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നലെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഞാൻ പറഞ്ഞു അതായത് സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും പെരിമീറ്ററും ഏരിയയും കാണുന്ന ഇക്വേഷൻ അറിയണം. ആ 4 ഇക്വേഷൻ അറിഞ്ഞാൽ, ഇക്വേഷൻ എന്ന് വെച്ചാൽ ഏതാണ്ട് വലിയ സംഭവം ഒന്നുമല്ല, നിങ്ങൾ അടി കിടക്കുന്നതാണ്. അപ്പോൾ ഇത് അറിയാവുന്ന കുട്ടികൾക്ക് ഈ ചാപ്റ്റർ ഫുൾ മാർക്ക്, അതിന് ഞാൻ ഗ്യാരണ്ടി ആവും നിങ്ങൾ കേട്ടോ. എന്താണെന്നറിയാമോ, ഇപ്പോൾ സമചതുരത്തിൻ്റെ ഇംഗ്ലീഷാണ് സ്ക്വയർ. സ്ക്വയറിൻ്റെ ചുറ്റളവിൻ്റെ മലയാളമാണ് പെരിമീറ്റർ. ഞാൻ ഈ 2 ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരുപോലെ അറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇത് ഈ മലയാളം കേൾക്കുമ്പോൾ ഒരു വല്ലായ്മയൊക്കെ തോന്നും. തിരിച്ചും അതുപോലെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടൊന്നും തോന്നല്ലേ, കാരണം നിങ്ങൾക്ക് അത് പഠിച്ച് വരുമ്പോൾ ഭാവിയിലും അത് ഉപകരിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. ഇംഗ്ലീഷ് മാത്രം അങ്ങ് പഠിച്ചും മലയാളം മാത്രം പഠിച്ചും പോരുത്, കാരണം പിന്നീട് നമുക്കിതെല്ലാം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് രണ്ടും കൂടെ അങ്ങ് പോട്ടെ. പെരിമീറ്ററിൻ്റെ മലയാളമാണ് ചുറ്റളവ് കേട്ടോ. സ്ക്വയർ എന്ന് വെച്ചാൽ സമചതുരം കേട്ടോ. ഇനി അതിൻ്റെ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ എന്തോത്തിൻ്റെ, സ്ക്വയറിൻ്റെ ആണ് 4 ഇൻറ്റു സൈഡാണ് കേട്ടോ. 4 ഇൻറ്റു സൈഡ്. അപ്പോൾ അത് നമുക്ക് കിട്ടും. കാണാത്തവർ നമ്മൾ ഇതിന് മുമ്പിൽ ഫസ്റ്റ് പാർട്ട് 1 ഒന്നെടുത്ത് കാണണം. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇനി ഏരിയ കാണുന്നതോ, സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡുമാണ്. ഇനി ചതുരത്തിൻ്റെ അതായത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണുന്നത് 2 ഇൻറ്റു L+B വെച്ച് ചെയ്യുന്നതാണ് സൗകര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവ്. നമുക്ക് ഏത് പടം തന്നോട്ടെ, ഈ ചതുരമോ പെൻറ്റഗണോ എന്ന് വെച്ചാൽ 5 സൈഡോ 6 സൈഡ് ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ വട്ടമുള്ള സൈഡുകളെല്ലാം കൂടെ കൂട്ടുന്ന, അതായത് ചുറ്റുമുള്ള അളവ് കൂട്ടുന്നതാണ് ചുറ്റളവ് കേട്ടോ. പെരിമീറ്റർ എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ആണെങ്കിലോ ഇതിനൊരു എളുപ്പ ഇക്വേഷനാണ് 2 ഇൻറ്റു L+B. അത് വെച്ച് ചെയ്യാമെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും, വേറെ ഒന്നും ആലോചിക്കണ്ട എന്ന് വിചാരിച്ചാൽ കേട്ടോ. ഇനി ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാവും നിങ്ങളെ, L ഇൻറ്റു ബിയുമാണ്. ഓക്കെ ആണോ? L ഇൻറ്റു ബി. L എന്ന് വെച്ചാൽ എന്താ, ലെങ്ത്. ബി എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത്. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നലെ നമ്മൾ കുറേ കണക്ക് ചെയ്തായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അതേതാണ്ട് ഈ കണക്കെല്ലാം നമ്മൾ ഇന്നലെ ചെയ്തതാണ് കേട്ടോ. വരച്ച് തന്നെ നിങ്ങളെ ഞാൻ ചെയ്ത് പഠിപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങളെ, അത് നിങ്ങൾ എടുത്തൊന്ന് കാണണേ. 115ാമത്തെ മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 115ാമത്തെ പേജ് ഫുള്ള് ഞാൻ ചെയ്തതാണ്. ഇനി നമുക്ക് നോക്കിക്കേ, 116ാമത്തെ പേജാണ്. നിങ്ങളെ 116. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന പേജിലെ ഇന്നതാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, 116ാമത്തെ പേജ് ഞാൻ വായിച്ചു തരട്ടെ. വലിയ ചതുരങ്ങളുടെ, അതായത് കളിക്കളങ്ങൾ, കെട്ടിടങ്ങളുടെ മുറികൾ, ഈ വശങ്ങൾ അളക്കുന്നത് മീറ്ററിലാണല്ലോ. ഇത്തരം ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കുന്നത്, അതായത് വശങ്ങളുടെ നീളം 1 മീറ്ററായ സമചതുരത്തിന്റെ പരപ്പളവിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നും മനസ്സിലായി കാണത്തില്ലെന്ന് എനിക്കറിയാം. നോക്കിയേ, വശങ്ങളുടെ നീളം 1 മീറ്ററായ സമചതുരത്തിന്റെ പരപ്പളവ് 1 ചതുരശ്ര സ്ക്വയർ മീറ്റർ എന്നാണ് മലയാളം കേട്ടോ. ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നു. അത് നമ്മൾ കണക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയർ ആണ്, പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ ആണ്. ഇത് മനസ്സിലാവാത്തവർ നമ്മുടെ പാർട്ട് 1 കയറി കാണണം കേട്ടോ. പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഏരിയയാണ്. ഏരിയയുടെ മലയാളമാണ് പരപ്പളവ്. സമചതുരം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, സ്ക്വയർ ആണ്. ഇംഗ്ലീഷ് മീഡിയക്കാരെ കേട്ടോണേ. അപ്പോൾ അതിൻ്റെ നോക്കിക്കേ, 1 മീറ്റർ സമചതുരത്തിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നു. നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പറയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടാണെങ്കിൽ നോക്കിയേ, ചെറിയ ചതുരത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 2 ചതുരശ്ര മീറ്റർ, 3 എണ്ണം ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 3 ചതുരശ്ര മീറ്റർ എന്നിങ്ങനെ കണക്കാക്കുന്നത്. നോക്കേ, നമ്മൾ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഈ ഒരു കണക്ക് നോക്കൂ നിങ്ങളെ, ഞാനത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം.
കണ്ടോ ഈ പടം കണ്ടോ? ഈ പടത്തിൽ നിങ്ങൾക്കിത് ചതുരമാണോ സ്ക്വയർ മീൻസ് എന്താ ചതുരമാണോ എന്താ നിങ്ങളെ മറ്റേതിന് സമചതുരമാണോ ചതുരമാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നോക്കിക്കേ, ഇവിടെ 3ഉം ഇവിടെ 5ഉമാണ് അല്ലേ. നമ്മൾ സമചതുരം എന്ന് വെച്ചാൽ എന്തായിരുന്നു? 4 സൈഡും ഒരുപോലെ വരുന്നതിനെയാണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത് ആണല്ലോ. ഇതാണോ? അല്ല. അപ്പം ഇതെന്താ? ഇതൊരു ചതുരമാണെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? ഇനി നമുക്ക് ചിന്തിക്കാം, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ? നിങ്ങൾ അതൊക്കെ അങ്ങ് മനസ്സിലാക്കണം. ഇവിടെ 5 ആണ് അല്ലേ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ? 3 സെൻറ്റിമീറ്റർ ആണ് ആണല്ലോ. അപ്പോൾ അവർ നോക്കി ഇതിൻ്റെ ചുറ്റളവ് ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നടപടി ചെയ്തിട്ടുണ്ട്. വശങ്ങളുടെ നിന്ന് ഓരോന്നായി കൂട്ടുകയാണെങ്കിൽ 5 + 3 + 5 + 3 എന്ന് നമുക്ക് കൂട്ടി എഴുതാം. ഇനി ഞാൻ പറഞ്ഞ രീതിയിൽ എങ്ങനെയാ കുഞ്ഞുങ്ങളെ? 2 × L + B ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാം. 2നെ ഒന്നും ചെയ്യല്ലേ കുഞ്ഞുങ്ങളെ, ലാസ്റ്റിലേ ചെയ്യാവൂ. ചാടി കയറി 2 × L ചെയ്ത് വെക്കല്ലേ, തെറ്റാണത്. 2നെ അതുപോലെ തന്നെ എഴുതുക. L എത്ര? L മീൻസ് ലെങ്ത്, നീളം 5 ആണ്. വീതി ബ്രെഡ്ത്ത് എത്ര? 3 ആണ്. കണ്ടോ? അതിനെ ബ്രാക്കറ്റിൽ അങ്ങ് കയറ്റിക്കോ. 2 × 5 3 എത്ര? 8 ആണ്. നോക്കിക്കേ, ഇനിയും ചെയ്യണം. 5 അപ്പം Lഉം Bയും കൂടെ നമ്മൾ എടുത്തു, 8 കിട്ടി. 8 വന്നാൽ അറിയാമല്ലോ, 5ഉം 3ഉം 8. ഇനി 2 × 8 എത്ര? 2 × 8 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ പിടികിട്ടിയോ? ഞങ്ങളെ ഈ 16 തന്നെ വന്നത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്രയും കൂട്ടി ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 5ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ ചിലപ്പോൾ തെറ്റോ, എന്തെങ്കിലും തെറ്റോ. ഇനി ഇങ്ങനെ ചെയ്താലും ശരിയാകട്ടോ. ഇതൊരു എളുപ്പ വഴിയാണ്, കാരണം ഭാവിയിലും നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ ആ രീതി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് പറഞ്ഞതാണ്. നോക്കിക്കേ, അങ്ങനെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടിയെന്ന്. ഓക്കെ ആണോ? സംശയമില്ലല്ലോ. ഇനി നോക്കിക്കേ, അല്ലെങ്കിൽ ഒരേ നീളമുള്ള വശങ്ങൾ ഒന്നിച്ചെടുത്തിട്ട് 5ന്റെ 2 മടങ്ങും 3ന്റെ 2 മടങ്ങുമായി കൂട്ടാം. അവരെങ്ങനെയാ പറഞ്ഞതെന്ന് അറിയാമോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അവരെങ്ങനെയാ പറഞ്ഞതെന്ന് നോക്കിക്കേ. അതായത് 5ന്റെ 2 മടങ്ങ് എന്ന് വെച്ചാൽ 5 2 വട്ടമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? 5 2 വട്ടമുണ്ട്. 3ഉം എന്താ? 5 2 വട്ടമുണ്ട്, 3ഉം 2 വട്ടമുണ്ട്. അപ്പോൾ 5 × 2 10, 3 × 2 6. അങ്ങനെ ആണെങ്കിലും അവർ പറയുന്നത് 16 കിട്ടുമെന്നാണ്. ഇനി മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? 5ന്റെ 2 മടങ്ങും 3ന്റെ 2 മടങ്ങും ചേർന്നാൽ 8ന്റെ 2 മടങ്ങാണല്ലോ. അങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ 1 2 3 4 മെത്തേഡിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ 3 പറഞ്ഞിട്ടുണ്ട്, ഞാൻ 4 പറഞ്ഞായിരുന്നു. നിങ്ങൾക്കിതിൽ ഏതാണോ എളുപ്പം? നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഇതിങ്ങനെ അങ്ങ് കൂട്ടിയാൽ മതി, അതിലും എളുപ്പമെന്നല്ലേ. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ ആ രീതി ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ. കാരണം നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്ക് 2 വശം തന്നിട്ടുണ്ട്. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈക്വേഷൻ നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ആക്കണേ നിങ്ങൾ. 2 × L + B എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് തെറ്റത്തില്ല എന്നാണ് ഇതുവരെയുള്ള ഒരു രീതി കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം നോക്കിക്കേ, ഇനി നമ്മൾ 117ാമത്തെ പേജാണ്. 116 മൊത്തം കഴിഞ്ഞ് 117ാമത്തെ പേജാണ്. നോക്കിക്കേ, വശങ്ങളുടെ നീളം 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്ററുമായ ചതുരത്തിൻ്റെ ചുറ്റളവ് ഈ രീതിയിൽ കണക്കാക്കാമോ? പൊതുവേ പറഞ്ഞാൽ ചതുരത്തിൻ്റെ ചുറ്റളവ് വശങ്ങളുടെ നീളങ്ങളുടെ തുകയുടെ 2 മടങ്ങാണ് അല്ലേ. 2 വട്ടം അവർ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ ഇതും 5 ഇതുമാണെങ്കിൽ അല്ലേ. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? 10 ആയിരിക്കും അല്ലേ. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ 10 2 വട്ടം, അതായത് 10 2 മടങ്ങും 5 2 ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഡൗട്ട് വരില്ലേ? ഇനി ഇതുപയോഗിച്ച് വശങ്ങളുടെ നീളം ചുവടെ പറയുന്നവയായ ചതുരങ്ങളുടെ ചുറ്റളവ് മനസ്സിൽ തന്നെ കണക്കാക്കാവും. നോക്കിക്കേ, ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതുപയോഗിച്ച് വശങ്ങളുടെ നീളം ചുവടെ പറയുന്നവയായ ചതുരങ്ങളുടെ ചുറ്റളവ് മനസ്സിൽ തന്നെ കണക്കാക്കാൻ നോക്കിക്കേ. 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ നമ്മൾ ചെയ്യാൻ നോക്കണേ കുഞ്ഞുങ്ങളെ. 117ാമത്തെ നോക്കണേ. ഇവിടെ നമ്മൾ എന്തോ കാണാനാണ് നമ്മളോട് പറഞ്ഞത്? ചുറ്റളവ് കാണാനാണ്. എന്താ കുഞ്ഞുങ്ങളെ? ചുറ്റളവ് കാണാനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. നിങ്ങൾക്കത് എക്സർസൈസ് ആയിട്ട് ചെയ്തിരിക്കുക. നോക്കിക്കേ, ഫസ്റ്റ് 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം നമ്മൾ 6 സെൻറ്റിമീറ്റർ തന്നെ ഇങ്ങനെ എടുക്കുക. ഇത് 6 സെൻറ്റിമീറ്റർ അല്ലേ. പിന്നോ ഇത് 3 സെൻറ്റിമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. 6 നീളവും വീതി 3ഉം ലെങ്തും ബ്രെഡ്ത്തും അല്ലേ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ? ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര ആണ്? ഇവിടെയും 6 ആണ്. അപ്പോൾ നമുക്ക് 4 വശവും കിട്ടി അല്ലേ. ഇനി എന്താ കാണാനാ പറഞ്ഞ? ചുറ്റളവ്. ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചെയ്യാനാണ് അവർ പറഞ്ഞത്? 6 + 3 + 6 + 3. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. 6 6 12 12 3 18 അല്ലേ.
ആണോ കുഞ്ഞുങ്ങളെ 18 സെൻറ്റിമീറ്റർ അല്ലേ എന്ന് നമുക്ക് കിട്ടും. അതല്ല ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിലോ 2 ഇൻറ്റു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം കേട്ടോ. 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അപ്പോൾ 2 ഇൻറ്റു എൽ എത്ര കുഞ്ഞുങ്ങളെ 6, ബി എത്ര 3. 2 ഇൻറ്റു 6ഉം 3ഉം 9 അല്ലേ. ഓക്കെ, 2 ഇൻറ്റു 9 18 സെൻറ്റിമീറ്റർ. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ പിടികിട്ടിയോ? ഇത് നമ്മളൊരു കൊച്ചു പിള്ളേർ 2ലും 3ലും പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് കൂട്ടാൻ പറയുന്നത് പോലെ അല്ലേ, ഇല്ലയോ? മൊത്തം കൂടെ കൂട്ടി അങ്ങ് വെച്ചാൽ മതി. നോക്കിക്കേ, ഇത് ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് എനിക്കറിയാം, ഇത് തന്നെ നിങ്ങൾ പറയുന്നത് ഇല്ലയോ? ഓക്കെ ആണോ? അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തു. അടുത്ത നോക്കിക്കേ, 13 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്ററും. 13 സെൻറ്റിമീറ്റർ അതായത് ലെങ്ത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? നീളം അല്ലെങ്കിൽ ലെങ്ത്. എല്ല് എത്ര 13, 7 എന്താണ് ബ്രെഡ്ത്ത്. അപ്പോൾ എല്ലും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ, എല്ലും ബിയും ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? എല്ല് എന്ന് വെച്ചാൽ അത് മനസ്സിൽ വരുത്തണം. എല്ലെന്ന് വെച്ചാൽ 13 ആണെങ്കിൽ ഇവിടെയും മേളിലും എത്ര ആയിരിക്കും? 13 വരും. ഇനി അങ്ങനെ എടുത്ത് വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയോ? ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ ഒന്നുകിൽ നമുക്ക് എങ്ങനെ എഴുതാം? 13 അധികം 7 അധികം 13 അധികം 7 അല്ലേ. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇങ്ങനെ നോക്കിക്കേ, രണ്ടാമത്തെയാണ്. ഒന്നാമത്തേത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തോ കാണാൻ ചുറ്റളവ് കാണാൻ മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ചുറ്റളവ് അല്ലേ, ചുറ്റുമുള്ള അളവ്. അതിന് ഒന്നാമത്തെ നമുക്ക് 18 കിട്ടി. രണ്ടാമത്തെ നോക്കിക്കേ 18. രണ്ടാമത്തെ രീതി വെച്ച് ചെയ്തപ്പോഴും 18 കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം 13ഉം 7ഉമാണ്. അതിനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇനി ഇങ്ങനെ വരച്ച് ചെയ്യേണ്ട, നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. ഇവിടെ 13 ആണ്, ഇവിടെ 13, ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 7 എന്ന് നമ്മളങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. 13, 7, 20. 13, 20, 20 40 സെൻറ്റിമീറ്റർ. സ്ക്വയർ എഴുതിക്കോട്ടെ. 2 സെൻറ്റിമീറ്റർ വന്നാൽ സ്ക്വയർ. ഇനി അറിയത്തില്ല, സെൻറ്റിമീറ്റർ നിട്ടാലും മതി. ഇനി അതിന് ഡൗട്ട് വേണ്ട. അതുപോലെ തന്നെ ഇനി 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2നെ അതുപോലെ ഒരു മാറ്റവും ഇല്ല. എൽ എത്ര കുഞ്ഞുങ്ങളെ? 13 ആണ്. ബി എത്ര ആണ്? 7 ആണ്. 2 ഇൻറ്റു 13ഉം 7ഉം 20 ആണ്. 20 ഇൻറ്റു 2 40 ആണ് കേട്ടോ. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? രണ്ടാമത്തെ. അടുത്ത ഇനി നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല. എന്താ കുഞ്ഞുങ്ങളെ? 6 സെൻറ്റിമീറ്ററും അടുത്ത ഏതാ? 6 സെൻറ്റിമീറ്റർ. 2ഉം 6 ആണ് അല്ലേ, 6ഉം 6ഉം. അപ്പം നമ്മൾ എന്താ നീളം 6 കിട്ടി അല്ലേ. ഇപ്പം 6 അധികം 6 അധികം 6 അധികം 6. സംശയമില്ലല്ലോ, ഉണ്ടോ? അതായത് നീളമാണ് അവർ 6 പറഞ്ഞത്, അത് 6. വീതി അവർ പറഞ്ഞു 6. അപ്പോൾ 1 6 2 6 12 3 18 24 വരും അല്ലേ. 24 സെൻറ്റിമീറ്റർ വരും. അതെല്ലാം നമ്മൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി വെച്ച് ചെയ്യുവാണെങ്കിലോ 2 ഇൻറ്റു 6 പ്ലസ് 6. 6ഉം 6ഉം 12. 12 2 24. മനസ്സിലായോ? എങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അടുത്ത എത്ര? 25ഉം 15 അല്ലേ. 25 15. ഞാൻ ഈ വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി കേട്ടോ. മീറ്ററാണ്, ഇവിടെ മീറ്റർ. സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ നോക്കണേ. 25 മീറ്റർ നീളമാണ്. 25 അല്ലേ, മനസ്സിലാവാൻ വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും ഈ വരയ്ക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ വരച്ച് തരുന്നത്. 15 നീളം 25ഉം വീതി 15ഉമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? നിങ്ങൾ പെട്ടെന്ന് പറയണം കേട്ടോ. ഇവിടെ എത്ര? 25 സെൻറ്റിമീറ്റർ. മീറ്റർ അല്ലേ, മീറ്ററാണ്, എല്ലാം മീറ്ററാണ്. അപ്പോൾ ഇവിടെ 15 ആണെങ്കിൽ ഓപ്പോസിറ്റും 15 ആയിരിക്കും. ഒന്നുകിൽ നമുക്ക് എന്താ, ഇപ്പോൾ 25 അധികം 15 അധികം 25 അധികം 15 അല്ലേ. 25 25 50. 50ഉം 15ഉം 65. 65ഉം 5ഉം 7 80 വരും അല്ലേ. 80 സെൻറ്റിമീറ്റർ വരും. ഇനി അതല്ല 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണെങ്കിലോ എങ്ങനെയായിരിക്കും? 2 ഇൻറ്റു എൽ എത്ര കുഞ്ഞുങ്ങളെ? 25 ആണ്. 25 അധികം 15. 2 ഇൻറ്റു 25ഉം 15ഉം 25ഉം 5ഉം 30ഉം 30ഉം 10ഉം 40. അപ്പം 40 ഇൻറ്റു 2 80. കണ്ടോ? അടുത്ത ഒരെണ്ണോടുണ്ടല്ലോ 34 മീറ്ററും 16 മീറ്ററും. 34 നീളമാണ്. അപ്പോൾ ഇവിടെയും നീളം എത്ര വരും? 34. വീതി എത്ര കുഞ്ഞുങ്ങളെ? 16 ആണ്. ഇവിടെയും 16 ആണ് അല്ലേ. അപ്പോൾ എത്ര? എങ്ങനെ എഴുതാം? 34 അധികം 16 അധികം 34 അധികം 16 അല്ലേ, ഈസിക്കൽ ടു 34 16 100 വരും അല്ലേ. 100 കുഞ്ഞുങ്ങളെ നോക്കണേ. ഓക്കെ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നു അതാണ് 100 കേട്ടോ. ഓക്കെ ആണല്ലോ. ഇപ്പോൾ പിടികിട്ടിയോ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്. ചുറ്റളവിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ കുഞ്ഞുങ്ങളെ പെരിമീറ്റർ കാണാനാണേ
കേട്ടോ. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എക്സർസൈസ് ഒന്നാമത്തേൻ്റെ 18 അതായത് 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററിൻ്റെ 18, പിന്നെ എത്ര 13ൻ്റെ 7ൻ്റെയും 40 കിട്ടും, 6ൻ്റെ 6ൻ്റെയും 24 കിട്ടും, 25 15ൻ്റെയും 25 15 80 കിട്ടും, 34 16 100 കിട്ടും. ഇതിനെ നമ്മൾ 2 × L+B വെച്ചാലും നിങ്ങൾ ചെയ്ത് നോക്കണം, അപ്പോഴും നമുക്കത് കിട്ടും. ഇപ്പോൾ പിടി കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അടുത്ത നോക്കിക്കേ. ഇനി നേരത്തെ കണ്ട ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. പരപ്പളവ് മീൻസ് ഏരിയ കേട്ടോ. ഇതുവരെ നമ്മൾ ചുറ്റളവാണ് കണ്ടത്. പെരിമീറ്റർ എന്താവും നിങ്ങളെ, തിരിഞ്ഞു പോവല്ലേ. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ, പെരിമീറ്റർ ചുറ്റളവ് എന്നാണ്. ഇനി അറിയാൻ വയ്യാത്തവരൊന്നുകൂടെ പഠിച്ചോണേ. ഇനി പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏരിയയാണ്. പരപ്പളവ് ഏരിയയാണ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്, എന്തോത്തിൻ്റെ, ചതുരത്തിൻ്റെയാണ്, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എപ്പോഴും ഓർത്തോണം എന്താ, 2 × L+B, അല്ലെങ്കിൽ എന്താണ്, എല്ലാ സൈഡും കൂടി കൂട്ടി വെച്ചാൽ മതി. പരപ്പളവ് കാണാൻ എങ്ങനെയാവും നിങ്ങളെ, പരപ്പളവ് L × B യുമാണ്, ലെങ്ത് × ബ്രെഡ്ത്ത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്തോ കാണാനാണ് ചോദിച്ചേ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനാണ്. അപ്പോൾ എന്താ നിങ്ങളെ, ഏരിയ എന്തോ ചതുരത്തിൻ്റെ ഏരിയ കാണാൻ L × B. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആണ്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആണ് അല്ലേ. അപ്പോൾ എത്ര, 5 × L × B അല്ലേ. അപ്പോൾ എത്ര, 5 × 3 15 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? 5 × 3 5 3 എന്താ, നീളമാണ് ഇവിടെ 5, വീതി ഇവിടെ 3. നീളം ഗുണം വീതി, നീളം ഗുണം വീതി L × B എത്ര, 15 സെൻറ്റിമീറ്റർ. ഓക്കെ, 5 × 3 15 കിട്ടിയത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അതായത് ചതുരമാണ് പഠിക്കുന്നത്. സമചതുരത്തിൻ്റെ ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ്. നമ്മൾ മുമ്പ് ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ്. സമചതുരം ആണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്താ നിങ്ങളെ, L × B യുമാണ്. അതായത് L നീളവും B ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്നും പറയും 3. ഇനി അതിന് വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ. അതിൻ്റെ വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുരങ്ങൾ എത്ര എണ്ണം അതിനുള്ളിൽ നിറയ്ക്കാമെന്ന് കണ്ടുപിടിക്കാം. നോക്കിയേ, അതിൻ്റെ തൊട്ട് താഴെ ആ പടം കൊടുത്തേക്കുന്നുണ്ടോ? നോക്കിക്കേ, 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, 5 സെൻറ്റിമീറ്റർ ഇവിടെ തൊട്ട് 1, ഇവിടെ 2 3 4 5 കണ്ടോ, അവരോരോ ബോക്സാണ് നമുക്ക് വരച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ 3 ആകുമ്പോഴതുകൊണ്ട് ഇവിടെ വരെ ആകുമ്പോൾ തന്നെ എന്താ 1 കണ്ടോ അല്ലേ. അപ്പോൾ എത്ര, 1 3 വരും അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് എത്ര വരും, 3 ഇങ്ങോട്ട് 5 കണ്ടോ. മനസ്സിലായോ? എത്ര എണ്ണം വരയ്ക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എത്ര എണ്ണം വരയ്ക്കാം, ഇതുപോലെ വരയ്ക്കരുതോ കേട്ടോ. എങ്ങനെ വരയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ നേരെ അങ്ങ് വരച്ചാൽ മതി അല്ലേ. അവർ തന്നെ നമുക്ക് സ്കെയിൽ വെച്ച് വേണേ വരയ്ക്കാം. ഇത് ഞാനൊരു എളുപ്പ വഴി കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ എന്താ ചെയ്യണം, ടെസ്റ്റിനകത്ത് നല്ലപോലെ വരച്ച് കാണിക്കണം കേട്ടോ. ഓക്കെ ആണോ? 117-ാമത്തെ പേജ് എല്ലാം അറിയാമല്ലോ. ഇനി നോക്കിക്കേ, ഇതുപോലെ എത്ര വരികൾ മുകളിലേക്കും വരയ്ക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ എത്ര വരികൾ മുകളിലേക്കും വരയ്ക്കാം. നോക്കിക്കേ, 1 2 ഇവിടെ നമുക്കിങ്ങനെ വരച്ചുകൂടാ. 1 ഇങ്ങോട്ട് 2 3 കണ്ടോ, 5 എണ്ണം വരച്ചുകൂടായോ? വരയ്ക്കാമല്ലോ. ഇവിടെ 3, അതായത് ഇങ്ങോട്ട് 5 എണ്ണവും ഇങ്ങോട്ട് 3 എണ്ണവും വരയ്ക്കാം അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അതൊക്കെ അറിയത്തില്ലയോ നിങ്ങളെ? ഇതൊക്കെ കാണുമ്പോഴേ അറിയത്തില്ലയോ? ഓക്കെ, അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവാണ്. ചതുരം എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഓഫ് റെക്റ്റാങ്കിള് കേട്ടോ. അപ്പം നമുക്ക് മുമ്പ് നമ്മൾ ചെയ്ത എന്താ, L × B ആണ്. L എന്ന് വെച്ചാൽ നീളം. ഞാൻ ഇവിടെ എഴുതുക, മലയാളം മീഡിയക്കാർക്ക് നീളം ഗുണം വീതിയാണ് കേട്ടോ. നീളം ഗുണം വീതി L × B. അതായത് 5 × 3 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് 5 2 വട്ടമുണ്ട്, 3 2 വട്ടമുണ്ട്. അതാണ് 5ൻ്റെ 2 മടങ്ങെന്നൊക്കെ അവർ ഉദ്ദേശിക്കുന്നത്. 5 × 3 15. നമുക്ക് ടേബിൾ അറിയാവേ. ഇതുപോലെ ചുവടെയുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയയാണ് കാണുക. നോക്കി, 6 × 2 L × B. L ലെങ്താണ്, പുത്രിയും വെട്ടം ഞാൻ പറഞ്ഞു. L എന്ന് വെച്ചാൽ ലെങ്ത്, B എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത്. L × B ആണ്, അതായത് നീളം ഗുണം വീതിയാണ്. 6 × 2 12 ആണ് ഇവിടുത്തെ പരപ്പളവ് കേട്ടോ. 6 × എത്ര നിങ്ങളെ, 12 വന്നത് എങ്ങനെയാണെന്ന് അറിയാവേ കേട്ടോ. ഓക്കെ, വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുരങ്ങൾ താഴത്തെ വശങ്ങളോട് ചേർത്ത് ചതുരത്തിനുള്ളിൽ എത്ര എണ്ണം നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ അല്ലേ. നോക്കട്ടെ, അവർ 6 തന്നെയാണോ ഇവിടെ കാണിച്ചേക്കുന്നത്.
നമ്മുടെ ടെസ്റ്റിൽ കറക്റ്റ് മെഷർ ഒന്നും അല്ല കുഞ്ഞുങ്ങളെ. ടെസ്റ്റിൽ അവരൊരു ഏകദേശം ഇത് മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മളിപ്പോൾ അതിനെ 6 സെൻറ്റിമീറ്റർ ആക്കുവാണെങ്കിൽ വേണ്ട, നമ്മളിപ്പോൾ 1 2 3 4 5 6 ഓക്കെ. 1 കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. 2 ടെസ്റ്റിൽ അവരൊരു ഏകദേശ രൂപം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് 6 സെൻറ്റിമീറ്റർ എടുക്കണം കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ കണ്ടോ. ഇനി ഇതിൻ്റെ നോക്കിക്കേ 2 സെൻറ്റിമീറ്ററിലെ അപ്പം നേരെ നടുക്ക് 2 കണ്ടോ കറക്റ്റായിട്ട്. അപ്പം ഇതെങ്ങനെ വരയ്ക്കാം നോക്കി, എത്ര എണ്ണം വരുമെന്ന്. ഇങ്ങോട്ട് 6ഉം ഇങ്ങോട്ട് 2ഉം. ഓക്കെ, ആകെ എത്ര സമചതുരം വരുന്നുണ്ടോ നിങ്ങളെ? ആകെ 1 2 3 4 5 6 7 8 9 10 11 12. മൊത്തം എത്ര സമചതുരം വരുന്നുണ്ട്? 12. അപ്പോൾ പരപ്പളവ് എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? പരപ്പളവ് ആകെ എത്ര സമചതുരം ഉണ്ടെന്നാണ് പറഞ്ഞത്? സമചതുരങ്ങൾ 12 എണ്ണം ഉണ്ട്. പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഏരിയ L × B 6 × 2 12, അതും 12 ആണ്. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ക്രിയ പൊതുവെ എങ്ങനെ പറയാം? ചതുരത്തിൻ്റെ പരപ്പളവ് വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ്. അത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. വേറെ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് ആ ഒരു രീതി പഠിച്ചാൽ മതി. അടുത്ത് നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ 119 നോക്കണേ. 119 വശങ്ങളുടെ നീളം ചുവടെ പറയുന്നതായ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താ നിങ്ങളെ പരപ്പളവ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഏരിയ. എന്താ നിങ്ങളെ ഏരിയ. നമ്മളോട് ഇതുവരെ പറഞ്ഞത് ചുറ്റളവ്. തിരിഞ്ഞു പോകല്ലേ എൻ്റെ പൊന്നു മക്കളെ, തിരിഞ്ഞു പോകല്ലേ. ചുറ്റളവിനാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒത്തിരിയും വട്ടം പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കുമ്പം തന്നെ രക്ഷകർത്താക്കൾ പറയുന്നുണ്ട് ഒരു കാര്യം തന്നെ ഞാനൊരു 50 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ. അപ്പം ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ്. ചുറ്റളവ് എന്ന് വെച്ചാൽ പെരിമീറ്ററാണ്. ഇപ്പം ഇങ്ങനെ ഒരു പടം എനിക്ക് തരികയാണല്ലേ. അപ്പം ഇവിടെ 8 സെൻറ്റിമീറ്ററും ഇവിടെ 4 സെൻറ്റിമീറ്ററും ആണെങ്കിൽ നമ്മൾ അന്നേരം ഓർത്തോണം, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും, ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും 8 സെൻറ്റിമീറ്റർ ആയിരിക്കുമെന്ന് അല്ലേ. അപ്പം നമ്മളോട് അതിൻ്റെ പെരിമീറ്റർ, ഇതിൻ്റെ റെക്റ്റാങ്കിൾ, ഈ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? പെരിമീറ്റർ 4 സൈഡൂടെ കൂട്ടി അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ചുറ്റളവാണ്, ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ അതങ്ങ് കൂട്ടിയാൽ മതി. പക്ഷെ നമ്മളോട് ഇപ്പോൾ ചോദിച്ചത് എന്താണ്? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയാണ് ചോദിച്ചേക്കുന്നത്. എന്താ നിങ്ങളെ ഏരിയ. പരപ്പളവിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഏരിയ എന്നാണ്. ചോദ്യം നോക്കണേ. ഫസ്റ്റ് ചോദ്യം നോക്കിയേ. 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ്. എന്താ നിങ്ങളെ 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. ഇനി വരയ്ക്കേണ്ട കാര്യമില്ല. നീളമാണ് ഒരെണ്ണം പറഞ്ഞ് അടിക്കാം. നീളമാണ് എന്താ 6 എന്ന് പറഞ്ഞത്, വീതിയാണ് 3 എന്നും പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നു എന്താ നിങ്ങളെ ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താ L × B ആണെന്ന്. അതുകൊണ്ട് ഇനി നമുക്ക് അത്രയും നിരങ്ങി ചെയ്യേണ്ട കാര്യമില്ല. എന്താ നിങ്ങളെ ഇവിടെ നോക്കിയേ, 6 3 18 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അതായത് L × B ആണ് നമ്മൾ പഠിച്ചു. ആ ഒരൊറ്റ ക്ലൂ മതി, L × B. എൻ്റെ കുഞ്ഞുങ്ങൾ മറക്കല്ലേ. എന്താണ് ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് L × B ആണ്. ഇതറിയാവുന്ന കുട്ടികൾക്ക് L B തന്നു. ഇതെന്താ? ഇത് നീളവുമാണ്, ഇത് വീതിയുമാണ് അല്ലേ. L ലെങ്തും ബ്രെഡ്ത്തുമാണ്. അപ്പോൾ 2 കൂടി ഇൻറ്റു ചെയ്താൽ പോരെ. ഇനി 12 × 5, 12 നീളവും 5 വീതി, 12 5 എത്ര നമുക്കറിയാം. മനക്കണക്കായിട്ട് എഴുതാനാണ് ചോദിച്ചത്. 60 സെൻറ്റിമീറ്റർ അല്ലേ, 60 ആണ്. ഇനി 10 × 10 എത്ര? 10 10 100 ടേബിൾ അറിയാവുന്നവർക്ക് അറിയാം അല്ലേ. 8 × 5 8 5 40 മനസ്സിലാവുന്നുണ്ടോ? ഇതെങ്ങനെയാ? അതായത് L × B ആണ്. L യും Bയും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ L × B നീളം ഗുണം വീതി, നീളവും വീതിയുമാണ് തന്നിരിക്കുന്നത്. രണ്ടും കൂടെ അങ്ങ് ഇൻറ്റു ചെയ്താൽ മതിയെന്ന്. ഇനി 11 × 7 11 7 77. ഓക്കെ ആണോ നിങ്ങളെ? ഇതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഈ ചാപ്റ്ററിൽ ആ 4 ഇക്വേഷൻ എന്താ ഏരിയ ഓഫ് പെരിമീറ്റർ, പിന്നെ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് പെരിമീറ്റർ ഇതൊക്കെ പറയുന്നത് അല്ലേ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനും പെരിമീറ്റർ കാണാനും അറിയണം. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററും ഏരിയയും കാണാൻ അറിയാം. അത്രയേ ഉള്ളൂ നിങ്ങൾ. അപ്പോൾ ആ 4 ഇക്വേഷൻ പഠിക്കുക. ഇവിടെ നിങ്ങളോട് ചോദിച്ചാൽ അതുപോലെ പരപ്പളവെന്ന് വെച്ചാൽ ഏരിയയാണ് കേട്ടോ. ഏരിയയുടെ മലയാളമാണ് പഠിക്കും. മലയാളം ടെസ്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഇംഗ്ലീഷുകാർക്കും അപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഏരിയ കാണാനാണ്. അപ്പോൾ L × B ഓക്കെ ആണോ? L × അപ്പോൾ L യും B നമ്മുടെ ചോദ്യത്തിൽ തന്നുകൊണ്ട് 2 കൂടി ഇൻറ്റു ചെയ്ത് എഴുതി വെച്ചാൽ മതിയെന്ന്. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിക്കേ. അടുത്ത് നോക്കണേ നിങ്ങളെ. ചുവടെ പറയുന്ന പരപ്പളവും ചുറ്റളവുമുള്ള ചതുരങ്ങൾ വരയ്ക്കുക. എന്താ നിങ്ങളെ ചുവടെ തന്നിരിക്കുന്നതിലെ
ചുറ്റളവും പരപ്പളവും തന്നിരിക്കുന്ന ഉള്ള ചതുരങ്ങൾ വരയ്ക്കാനാണ്. ഇതൊന്നും നല്ലപോലെ ആലോചിക്കണേ. നമുക്ക് തന്നിട്ടുണ്ട് 12 എന്ത് തന്നിട്ടുണ്ട്? പരപ്പളവും. 12 ഇവിടുത്തെ പരപ്പളവും, 14 ഇവിടുത്തെ ചുറ്റളവും. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നത്? ഈ 12ഉം 14ഉം ഒക്കെ വരുന്നത് നമുക്കറിയാം ഏതിൻ്റെയാ? 12ഉം 14. അല്ല, ആദ്യം 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഈ 12 വരുന്നത് 2ൻ്റെ ടേബിളിലും വരും, 3ൻ്റെ ടേബിളിലും വരും അല്ലേ? വരുമല്ലോ കുഞ്ഞുങ്ങളെ 4. അപ്പം അത് തന്നെ എന്തായിരിക്കും? ചുറ്റളവും വരണം. ഇത് ഇച്ചിരി നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ചാടി കയറി ചെയ്യല് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ എന്ന് പറയുന്നതാണ് പരപ്പളവ് ആണല്ലോ. ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പെരിമീറ്റർ. ഇവിടെ തന്നേക്കുന്നത് 12ഉം 14ഉമാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തോ ചെയ്യണമെന്നറിയോ? ഈ ഏരിയ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ L/B ആണല്ലോ. എന്താ? ചതുരത്തിൻ്റെ ആയതുകൊണ്ട് L/B. അപ്പോൾ ഏത് വരുമ്പോഴാണ് 12 വരുന്നത്? ഏതായിരിക്കും കുഞ്ഞുങ്ങളെ? അത് തന്നെ എന്തും വരണം, ഇവിടെയും വരണം. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നറിയോ? ആദ്യം ഒരു ചതുരം വരച്ചു. അപ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ എത്രയാണെന്ന് നോക്കണം. നമുക്ക് നോക്കാം. 4 × 3 4 3 12 വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്താ? ചുറ്റളവ് എത്ര വരണം? 14 വരണം. 4 × 3 അപ്പോൾ ഇത് 12 വന്നു. പിന്നെ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. അപ്പോൾ ഇതിൻ്റെ എന്താ പറയണം? പെരിമീറ്റർ എത്ര വരണം? 4 4 8 8 3 11 11 3 14. അപ്പോൾ അതും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇതെങ്ങനെ വരയ്ക്കണം കുഞ്ഞുങ്ങളെ? നോക്കണേ. ഏരിയ ഞാൻ സെപ്പറേറ്റ് ഇനി വരയ്ക്കണം കുഞ്ഞുങ്ങളെ. ഇത് സ്കെയിലിൽ നിങ്ങൾ എടുത്ത് വരയ്ക്കണം. എന്താ? 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിൻ്റെ എന്താ? പരപ്പളവ് ഇല്ലേ? പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? ഏരിയ ഓഫ് എന്തോത്തിൻ്റെയാ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലായിരുന്നോ? യെസ്, റെക്റ്റാങ്കിൾ. എന്താ? L/B ആണ്. L എത്ര? 4 × 3 12. അത് നമുക്ക് കിട്ടി. ഇനി ചുറ്റളവ് പെരിമീറ്റർ ഓഫ് നല്ലപോലെ എഴുതണേ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്താ? 2 × L+B അല്ലെങ്കിൽ തന്നിരിക്കുന്ന മൊത്തം കൂടെ കൂട്ടുക. 4 + 3 + 4 + 3 എത്ര? 14 വന്നു. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചെയ്തു. 2 നമുക്ക് കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അടുത്ത് നോക്കിക്കേ. 12 അതും 12 പിന്നെ 16 ഇല്ലേ? ഏരിയ 12ഉം ടെസ്റ്റിൽ കിടപ്പുണ്ടേ ചോദ്യം. ഏരിയ 12ഉം പെരിമീറ്റർ 16ഉം വരണം കേട്ടോ. ഏരിയ 12ഉം പെരിമീറ്റർ 16ഉം വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു. റഫായിട്ട് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചാണ്. നിങ്ങൾ ചാടിക്കയറി വരയ്ക്കല്ലേ. അപ്പോൾ 12 പറയും. ഇതും 12 വരുന്നുണ്ടല്ലേ? പക്ഷേ എന്ത് ചെയ്യണം? ചുറ്റളവ് നമുക്ക് എത്ര വരണം? ചുറ്റളവ് 16ഉം വരണം അല്ലേ? അപ്പം 4 × 3 12. അപ്പം നമുക്ക് മൊത്തോടെ കൂട്ടുമ്പോൾ 14 വരത്തുള്ളൂ. 15 16 2ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തോ ചെയ്യുന്നറിയോ? 6 × 12 6 12 അല്ലേ കുഞ്ഞുങ്ങളെ? 12 2 6 വെച്ചോക്കെ. 6 2 12 ഇല്ലേ? 12 വരും. പിന്നെ ആ 6 തന്നെ മേളിൽ കൊടുത്തു, ഇവിടെയും കൊടുത്തു. അപ്പോൾ എത്ര വരുമെന്ന് നോക്കിക്കേ. 6 6 12 12 2 14 2 16. ഓക്കെ, ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? അതായത് ഏരിയ ഓഫ് ആദ്യമേ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L/B എത്ര? ആദ്യം ഏരിയ ചോദിച്ചാൽ 12 വരണം. 6 × 2 12 വന്നു. ഇനി പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്താ? 2 × L+B എന്നോ അല്ലെ മൊത്തം കൂടെ കൂട്ടുകയോ ചെയ്യുക. 6 + 2 + 6 + 2 6 6 12 2 14 2 16. അപ്പോൾ അതും കിട്ടി. 16 വന്ന മനസ്സിലായോ? ഇവിടെ നമ്മൾ ഓരോ ഡിജിറ്റും ഇട്ട് നോക്കണം കുഞ്ഞുങ്ങളെ. ഇവിടെ ഇപ്പം 3ഉം 2ഉം ആണെങ്കിലോ നമ്മളിവിടെ ചെയ്തതിൻ്റെയും എന്താ എല്ലാത്തിൻ്റെയും ഏരിയ 12 വന്നേക്കുന്നത് അല്ലേ? ഏരിയ അതായത് മുമ്പ് തന്നതണ്ടേ ടെസ്റ്റിലെ ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ കണ്ടേ ഏരിയ എല്ലാത്തിൻ്റെയും 12 അവിടുത്തെ ഇല്ല എന്ന് വെച്ചാൽ ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ കണ്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഏരിയ 12 വരികയും വേണം. ചുറ്റളവ് എന്താ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ നമ്മൾ 4ഉം 3ഉം എടുത്തപ്പോൾ 12 വന്നു. അടുത്ത 6ഉം 2ഉം എടുത്തപ്പോൾ 12 വന്നു. പക്ഷേ ചുറ്റുമുള്ള അളവും കൂടെ അതിൽ വരണം, 16 വരണം. ഇനി അടുത്ത ഏതാ? ഇനി ചതുര എന്താ പരപ്പളവ് അതായത് ഏരിയ 12ഉം വരണം.
ചുറ്റളവ് പെരിമീറ്റർ എത്ര 26 വരണം അല്ലേ. അതായത് നമ്മൾ 12 × 1 12 വരും കേട്ടോ. പിന്നെ ഇവിടെ ഈ 12 ഇവിടെ ആണെങ്കിൽ ഇവിടെയും 12, ഇവിടെ 1 12 12 24 1 25 1 26. അത് നോക്കണേ നിങ്ങൾ 26 വരണം കേട്ടോ. നിങ്ങളിത് ചാടിക്കയറി ചെയ്ത് നിങ്ങൾ ആലോചിച്ചേ ചെയ്യാവൂ. ഇപ്പോൾ ഇവിടെ മുമ്പ് ചെയ്ത രീതി വെച്ചിട്ട് ഓരോ ഡിജിറ്റും മാറ്റിയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ചാടിക്കയറി ചെയ്യല്ലേ. 4 4 8 8 3 11 8 3 12 12 3 എത്ര അല്ലല്ലോ 4 4 8 അല്ലേ 8 9 10 11 11 14 അണ്ട ഇങ്ങനെ വട്ടമുള്ളത് കൂട്ടി നോക്കണം. നമ്മൾ ചാടിക്കയറി 12 ആയപ്പോൾ ഇത് രണ്ടും ആയെന്ന് വിചാരിച്ച് ചെയ്യരുത്. എല്ലാം കൂടെ കൂട്ടുമ്പോഴും നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടേ ചെയ്യാവൂ കേട്ടോ. ചാടിക്കയറി എഴുതല്ലേ, പ്രത്യേകിച്ച് അത് കേട്ടോ. അടുത്ത എത്ര നമുക്ക് പെരിമീറ്റർ എത്ര കിട്ടി? പെരിമീറ്റർ 12 L × B അല്ലേ. 12 × 1 12 കിട്ടി അല്ലേ. ഇനി L × B യോ, അതായത് ഏരിയയോ L × B. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുന്ന 12 + 1 അധികം 12 അധികം 1 12 12 24 1 25 26 വരും 26. L × B എന്ന് വെച്ചാൽ 12 × 1 12 കേട്ടോ. തിരിഞ്ഞു പോവല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് നിങ്ങൾ ആലോചിച്ച് മറ്റേത് കയറി ചെയ്യുന്ന പോലെ ചാടി കയറി ഇത് ചെയ്യരുത്, ആലോചിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത ഇനി 5 വരണം ചതുരശ്ര സെൻറ്റിമീറ്റർ. 5 ഏരിയ 5 വരണം. ചുറ്റളവ് പെരിമീറ്റർ എത്ര 12 വരണം. ഏരിയ 5 വരണം. അപ്പോൾ നമ്മൾ 5 എന്ന് വെച്ചാൽ ഒരു പ്രൈം നമ്പർ 5ൻ്റെ ടേബിൾ എടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? 5 സെൻറ്റിമീറ്റർ 1 ഒരു 5 1 × 5 5 ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L × B കിട്ടി. L എത്ര? ഇച്ചിരി കഴിയുമ്പോൾ ചോദിക്കുക L തിരിഞ്ഞു അല്ലേ. നോക്കിക്കേ L എത്ര കുഞ്ഞുങ്ങളെ? L 5. അപ്പോൾ L × B ആണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ ഏരിയ L × B എന്ന് വെച്ചാൽ L 5 ആണ്, B 1 ആണ്. അപ്പോൾ 5 × 5 അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1. 5 5 10 11 12. പെരിമീറ്റർ = 5 + 1 + 5 + 1 = 12. അത് ഓക്കെ ആണല്ലോ കേട്ടോ. 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്താ അതിനെ 5 ഒരു 5 5 എടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് കിട്ടി. അതിനൊന്നും ആലോചിക്കേണ്ട അല്ലേ. ഇനി അടുത്ത് നോക്കി 8 ഏരിയ = 8 പെരിമീറ്റർ = 12 8 എന്ന് പറയുന്നതിനെ നമുക്ക് ഇതിൻ്റെയൊക്കെ ടേബിൾ എടുക്കാൻ പറ്റും. 2ൻ്റെ പറ്റും, 4ൻ്റെ പറ്റും അല്ലേ. 2ൻ്റെയും 4ൻ്റെയും പറ്റും. അപ്പോൾ 2 4 8 അത് വെച്ച് നോക്കാം. 4 2 2 4 8 ഏരിയ കിട്ടി. 2 4 8 ആയപ്പോൾ ഏരിയ കിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇനി ഇവിടെ 4ഉം ഇവിടെ 2ഉം കൊടുത്താലോ? 4 4 8 10 10. ഓക്കെ, പെരിമീറ്റർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഏരിയ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഞാൻ ഈ സ്പീഡിൽ പോകുന്നെങ്കിലും അതായത് 4 വശവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പെരിമീറ്ററും കിട്ടണം. 2 വശങ്ങൾ തങ്ങളിൽ ഇല്ലേ ലെങ്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഏരിയയും കിട്ടണം. അതാണ് സംഭവം. അപ്പോൾ അത് നിങ്ങൾ ഇൻറ്റു ചെയ്ത് നോക്കണം കേട്ടോ. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നൊന്നുമില്ല. നിങ്ങളപ്പോൾ ആലോചിച്ചിട്ട്. അപ്പോൾ L × B ആണ് ഏരിയ. ഏരിയ എത്ര? 4 × 2 8 കിട്ടി അല്ലേ. നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടുമെന്നാണ് വരച്ച് റെക്റ്റാങ്കിൾ വരച്ചിട്ട് എഴുതാനാണ്. ഇനി പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 4 + 2 + 4 + 2 4 4 8 8 4 12. അത് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്ത 9ഉം എല്ലാ പേപ്പറും ചെയ്തു. ഒരെണ്ണോടെ ചെയ്യാം നിങ്ങളെ. 9ഉം എത്ര? 9ഉം 12ഉം വരണം. 9 എന്ന് വെച്ചാൽ 3ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ. പിന്നെ 9ൻ്റെ അപ്പോൾ 3ൻ്റെ എടുക്കാം. നോക്കണേ 9 വരണം. 3 × 3 9 വരും. 12 അല്ലേ. അപ്പം 3 ഉണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ? മറ്റേതിൻ്റെ ഇതുണ്ടാവും നിങ്ങളെ കാണാം. 3 3 ഇതൊരു സ്ക്വയറായിട്ട് മാറി അല്ലേ. 3 സൈഡ് ഈക്വൽ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാവും നിങ്ങളെ? ഏരിയ സൈഡ് × സൈഡാണ്. മാറിപ്പോലെ മുമ്പ് ഫസ്റ്റ് ഞാൻ പഠിപ്പിച്ചതാണ്. 3 × 3 9 നമുക്ക് കിട്ടി. പിന്നെ എത്ര? എല്ലാ സൈഡൂടെ കൂട്ടുക. 3 + 3 + 3 + 3 പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എല്ലാ സൈഡൂടെ കൂട്ടുന്നതാണ് 12 കിട്ടി. അപ്പോൾ അതും നമുക്ക് കിട്ടി കേട്ടോ.
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമുക്ക് ഇവിടെ വരെ നമ്മൾ ചെയ്തു. ഇനി നമ്മളിങ്ങനെ വരച്ച് എഴുതാനുള്ളത് അത് നമുക്ക് പാർട്ട് 3-യിലിടാം. ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇന്ന പേജിൽ ഇന്ന കണക്ക് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല, ഇതെന്ന് ഈ പറഞ്ഞ എനിക്കറിയാം എല്ലാം മനസ്സിലായി കാണുമെന്ന്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരച്ച് ചെയ്യാനാണ്. ഈ 12 എന്ന് വരുന്നത് എന്താണ്? ഏരിയ ആണ്. L×B, എല്ലും ബിയുടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ഏതാ? ഫസ്റ്റ് ഏരിയ കിട്ടും. ചുറ്റളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്നത് 4 വശവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ചുറ്റളവും കിട്ടും. അത്രയേ ഉള്ളൂ നിങ്ങളെ കേട്ടോ. അത് നമ്മൾ വരച്ച് 2-3 കണക്ക് നിങ്ങൾ കുറേ ചെയ്യുമ്പോൾ അത് തന്നെ മനസ്സിലായിക്കോളും കേട്ടോ. ഓക്കെ ആണല്ലോ? കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ, മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു. ഇനി പാർട്ട് 3-യിൽ ബാക്കിയിടാം.